അവൻ തലയുയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് 3 ആളുകൾ കേട്ടോ. ഉൽപ്പത്തിയിൽ പറയണ ഈ 3 ആളുകൾ ഒരിക്കലും പ്രതീക്ഷയില്ലാത്തൊരു സ്ഥലം. ഇവരിങ്ങനെ കൂടാരങ്ങൾ മാറ്റിയടിച്ച് തോപ്പിന്റെ അടുത്ത് കൂടാരം വിളിച്ചിരിക്കുമ്പോ കഴിഞ്ഞ 24 വർഷമായിട്ട് ദൈവത്തിന് വാഗ്ദാനം കാത്തിരിക്കുകയാണ്. ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയും ഭൂമിയിലെ മണൽത്തരികളെ പോലെയും നിനക്ക് കുഞ്ഞുണ്ടാകുമെന്നുള്ളൊരു വാഗ്ദാനം കഴിഞ്ഞ 25-24 വർഷമായി കാത്തിരുന്നിട്ട് ഒരു കുഞ്ഞിക്കാലുകളും കാണാതെ വേദനയും കഷ്ടപ്പാടും കണ്ണുനീരുമായിട്ട് അബ്രാഹമല്ല, പക്ഷെ അബ്രാഹത്തിന്റെ ഭാര്യ പോലും അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ട്. എന്ത് വിറ്റിട്ടാണ് ഈ അബ്രാഹം എന്ന് പറയുന്ന മനുഷ്യൻ സമ്പന്നനായിരുന്നു, ധനാഢ്യനായിരുന്നു, രൂപങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവരായിരുന്നു, ആ പ്രദേശത്ത് കൊട്ടാരമുള്ളവനായിരുന്നു. എല്ലാം ആരെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട്, കർത്താവിനെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് തന്റെ ഭാര്യയെ കൊണ്ട് യാത്ര ചെയ്യുക. കൂടാരങ്ങൾ മാറി തോപ്പിന്റെ അടിയിൽ ഇരിക്കുമ്പോൾ ഇതാ 3 ആൾ പ്രത്യക്ഷപ്പെടുകയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആരാണെന്ന് അറിയില്ല. പക്ഷെ ഈ ആദ്യത്തെ മര്യാദയിൽ ഈ വിജനമായ സ്ഥലത്ത് നമുക്ക് ഒരു ഭക്ഷണം കിട്ടാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അബ്രാഹം തന്നെ കൊഴുത്ത കാളക്കുട്ടികളെ ഒന്ന് അവർക്ക് വിരുന്നൊരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ ഭാര്യ സാറ എവിടെ? തീർത്തും ഒട്ടും ഒരു പ്രതീക്ഷയില്ല. നമ്മുടെ കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാള്, നമ്മളെ ആദ്യത്തിൽ കൊടുത്ത ആള് വന്നിട്ട് ചോദിക്കുകയാണ് ഭാര്യ എവിടെ? അങ്ങനെ ഒരു പേഴ്സണൽ ഇന്റർവെൻഷൻ, പേഴ്സണൽ ടച്ചിങ്ങിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഭാര്യയോട് അടുത്ത വസന്തത്തിൽ ഞങ്ങൾ വരുമ്പോൾ നിനക്കൊരു കുഞ്ഞിനെ ലഭിക്കും. ഇത് കണ്ട് ഭാര്യ ചിരിക്കുന്നുണ്ട്, അവൾക്കറിയാൻ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അബ്രാഹം ചിരിക്കുന്നില്ല. പ്രിയരെ, അബ്രാഹത്തിന് അറിയാം തന്നെ വിളിച്ച ദൈവം സത്യവാനാണെന്നും വിളിച്ചവൻ വിളിച്ച സ്ഥലത്തെത്തിക്കുന്നവരെ എന്റെ കൈ വിടില്ലെന്നും അബ്രാഹത്തിന് അറിയാം. ഹല്ലേലൂയ. ഈ വിശ്വാസമാണ് ത്രിത്വൈക ദൈവം പഴയ കാണിക്കുന്നത്. എന്നെ വിളിച്ച ദൈവം സത്യമാണ്. എന്നെ ജോയൽ 2:19 അവൻ എന്നെ പരിഹാസം മാത്രമാക്കുകയില്ല. എനിക്ക് ആവശ്യമായ വീഞ്ഞും എണ്ണയും ധാന്യവും എന്റെ കർത്താവ് തക്ക സമയത്ത് തരും. ജോയൽ 2:19 നിനക്ക് ആവശ്യമായ വീഞ്ഞും എണ്ണയും ധാന്യവും ഞാൻ സമൃദ്ധമായി നൽകും. ജനതകളുടെ നടുവിൽ ഇന്ന് ഞാൻ പരിഹാസം മാത്രമാക്കുകയില്ല. ഒരു ലോകത്തിൽ ഒരു കടവാദിക്കോ ഒരു മാനവാദിക്കോ അപവാദ പ്രചരണങ്ങൾക്കൊന്നും നമ്മെ തടയാൻ പറ്റില്ല. ത്രിത്വൈക ദൈവത്തെ ആരാധിക്കുന്നവൻ അവൻ എത്തേണ്ടടുത്തെത്തിക്കുന്നവരെ കർത്താവ് അവന്റെ കരം പിടിച്ചിരിക്കും. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് അബ്രാഹം ഈ 25-ാമത്തെ വർഷത്തിൽ കുഞ്ഞിനെ ലഭിച്ചിട്ട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ആ കുഞ്ഞിനെ കൊണ്ട് മോറിയ മലയിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കാൻ. ശിരസാവഹിച്ച് കുഞ്ഞിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് കഴുതപ്പുറത്ത് ജീരയിട്ട് മരങ്ങൾ കയ്യിൽ കത്തിയും വിളക്കും വിറകും ഒക്കെയുണ്ട്, തീയുമുണ്ട്. കുട്ടി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പൊ ആ ബലിയർപ്പിക്കാനുള്ള മൃഗം എവിടെ? അപ്പൊ ദൈവത്തിന്റെ ദൂതനായ അബ്രാഹം പറയാണ്, ദൈവത്തിൽ വിശ്വസിച്ചുണ്ട് കർത്താവ് നമുക്ക് അവിടെ ചെല്ലുമ്പോ തരും. എന്നിട്ട് കൂടെ വന്ന പരിചാരകരോട് പറയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കുവിൻ, ഞാനും മകനും പോയി ദൈവത്തെ ആരാധിച്ചിട്ട് തിരിച്ചു വരും. അരമടിച്ച് ദൈവത്തെ മാറ്റപ്പെടുത്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകനെ കൊല്ലാനല്ലേ കൊണ്ടുപോകുന്നത്? ബലിയർപ്പിക്കാനല്ലേ കൊണ്ടുപോകുന്നത്? എവിടെ നിന്ന് കിട്ടി ഈ മനുഷ്യന് ഞങ്ങൾ തിരിച്ചു വരുമെന്ന് പറയാനുള്ള ആർജവും ശക്തിയും അബ്രാഹത്തിനറിയാം. കഴിഞ്ഞ 90 വർഷങ്ങളായി എനിക്ക് ജനിക്കാത്ത ഈ കുഞ്ഞിനെ തന്നത് ആരാണ്? ദൈവമാണ്. ആ ദൈവത്തിന്റെ മുമ്പിൽ എന്റെ മകനെ ബലിയർപ്പിച്ച ആ ബലിയുടെ ചാരത്തിൽ നിന്ന് പുതിയൊരു ഇസ്രായേലിനെത്തണമെന്നുള്ള വിശ്വാസം അബ്രാഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വേലക്കാരൻ വന്ന്, നിങ്ങൾ ഇവിടെ നിൽക്കുവിൻ, ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചിട്ട് തിരിച്ചു വരാം. ഹല്ലേലൂയ. ആരാധന എന്നുള്ള വാക്ക് ബൈബിളിൽ ആദ്യമായി കാണുന്നത് ഈ കോണ്ടസ്റ്റിലാണ്. ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചിട്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ത്രിത്വൈക ദൈവത്തെ ആരാധിക്കുന്നവന്റെ മുമ്പിൽ ഒരു വാളോ നഗ്നതയോ പീഡനമോ ഒന്നും അവനെ യേശുവിനെ 8:35 Who will separate from the love of Jesus? കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് ആത്മമേ വേർപ്പെടുത്താൻ കഴിയും. നഗ്നതയോ വാളോ പീഡനമോ